ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാൻ പോവാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉമ്മറം. ഇതിനുള്ളിൽ ഇടതുഭാഗത്ത് തന്നെ ഒരു അലമാര ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീടുകളിൽ ഷോക്കേസ് എന്ന് പറയുന്ന പോലെ ഒരു അലമാര. ഈ അലമാരയിൽ ഇപ്പോൾ ഞങ്ങൾ സുനിയേട്ടൻ്റെ അച്ഛൻ മ്യൂസിക് മാഷാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അച്ഛൻ ഇൻസ്ട്രുമെൻ്റ് വായിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെയാണ്. ഇനി അതിനടുത്തൊരു ഹാങ്ങിങ് ആയിട്ടൊരു സാധനം കാണാം. ഇത് പണ്ടത്തെ വീടുകളിലൊക്കെ നമുക്കറിയാം ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അന്നത്തെ കുറച്ച് പഴയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള വളകൾ കൊണ്ടും ഒക്കെയുള്ള മുത്തും ഒക്കെയുള്ള ഡെക്കറേഷനാണല്ലോ അന്ന് വെക്കുക അല്ലേ വീടുകളിൽ. അപ്പോൾ അങ്ങനെയൊന്ന് അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു സ്ത്രീയുടെ ഒരു സ്റ്റാച്ചു. ഇതും അന്നത്തെ ആ ഒരു പഴയ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും ഇങ്ങനെയൊരു സ്റ്റാച്ചു മുന്നിൽ തന്നെ വെക്കും. അപ്പോൾ അതും അതിൻ്റെ ഒരു ചെറിയ ഭാഗം പൊട്ടിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങളുടെ അടുത്ത് നല്ല നേരത്തെ പൊട്ടിയതാണ്. അതൊക്കെ നമ്മൾ ആ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 ഫാൻ ഉണ്ട് കേട്ടോ. എല്ലാ റൂമുകളിലും ഫാൻ ഉണ്ട്. അന്നത്തെ പഴയ ഫാൻ തന്നെ കേട്ടോ. ഈ ഹാളിൽ 2 ഫാൻ ഉണ്ട് ഈ ഉമ്മറത്ത്. ഇനി മുകൾ ഭാഗം കണ്ടോ, എല്ലായിടത്തും മച്ചാണ് കേട്ടോ. ഈ ഒരു തട്ടടിച്ചിട്ടുണ്ട്. ഇടനാഴിയിലേക്കാണ് കേട്ടോ അത്. ഇതിൽ 2 റൂമാണുള്ളത്. പിന്നെ ഒരു പൂജാ റൂം നടുക്ക്. അപ്പം ഇതാണ് പൂജാ റൂം കേട്ടോ. 2 ബെഡ്റൂമുകൾ 2 സൈഡിലായിട്ടുണ്ട്. നടുവിൽ പൂജാ റൂം. പൂജാ റൂമും നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ. ഈ മയിൽപ്പീലി പറമ്പിൽ നിന്ന് രമണീച്ച് കൊണ്ട് തന്നാട്ടോ. പറമ്പിൽ ഇങ്ങനെ മയിൽ വന്നിട്ട് ഒരുപാട് മയിൽപ്പീലി കൊഴിഞ്ഞു കിടക്കും. അപ്പോൾ അതെല്ലാം കൂടി പെറുക്കി രമണീച്ച് അവരുടെ പശുവിന് പുല്ലരിയാൻ വേണ്ടി വരും. അപ്പോൾ ആ മയിൽപ്പീലിയൊക്കെ പെറുക്കിയിട്ട് കൊണ്ടു തന്നതാണ്. പിന്നെ ഈ സ്റ്റാച്ചു ഇവിടെ നമ്മൾ വരുമ്പോഴേ ഉള്ളതാട്ടോ. നമ്മളതുപോലെ സൂക്ഷിച്ചു വെച്ചതാണ്. ബാക്കി എല്ലാം ഭസ്മവും കുറിയൊക്കെ നമ്മൾ കൊണ്ടുവച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ പറമ്പിൽ മയിൽ ഇങ്ങനെ വരും, എന്നിട്ട് അതിങ്ങനെ കൊഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവർ പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ കൊണ്ടു തരുന്നതാണ്. ഇവിടെ മയിലിൻ്റെ ശബ്ദം ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കും. പക്ഷെ അത് ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോഴൊന്നും നമുക്ക് കിട്ടൂല. അത് ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് തന്നെ ഓടിപ്പോവും. അതിനെ നമുക്ക് ഫോട്ടോയിൽ കിട്ടാൻ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്, കിട്ടുന്നില്ല. അപ്പോഴേക്കും ഓടിപ്പോവും. പിന്നെ ഈ സ്റ്റാൻഡൊക്കെ നമ്മൾ വെച്ചതാട്ടോ. ഇതൊക്കെ പോലെ വെളുക്കും കിണ്ടിയൊക്കെ നമ്മൾ വാങ്ങി വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ജനാലയുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ വലിയ റൂമായപ്പോൾ ഒരു ജനലയും വെച്ചിട്ടുണ്ട് പൂജാ റൂമിന്. ഇനി ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. പിന്നെ ഇത് ഈ ഇടനാഴിയുടെ അറ്റത്ത് മുകളിലേക്കുള്ള കോണിയാണ് കേട്ടോ. ആ കോണിയുടെ താഴത്ത് ഇതിലേക്ക് വെളിച്ചം വരാനായിട്ട് ഒരു കുഞ്ഞു ജനാല കൊടുത്തിട്ടുണ്ട്. ഈ ജനാല പക്ഷെ തുറന്നാൽ നല്ല വെളിച്ചമാണ് കേട്ടോ. ഇത്രയും ചെറുതാണെങ്കിൽ കൂടി ആ ഹാള് മുഴുവൻ വെളിച്ചം കിട്ടും. പിന്നെ അതിന് താഴെ ഒരു ചെറിയൊരു ഷോക്കേസ്. അതിൻ്റെ ഒരു വാതിൽ പൊളിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് കോണിക്കാരെ നമുക്ക് അടുത്ത പാട്ടിൽ കാണിക്കാം കേട്ടോ. മുകൾ ഭാഗവും അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ മച്ചുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മൾ ഇടനാഴിയിൽ നിന്ന് അടുക്കളയിലേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ 2 ഹോളുണ്ട്. വലുതാണ് 2ഉം. അതിൽ ആദ്യത്തെ ഹോളിൽ നമ്മൾ കുറേ സാധനങ്ങൾ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. ഈ കാണുന്ന ഹോളാണ്. അത് സാധനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഈ ഹോളിൻ്റെ അറ്റത്ത് ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. വലിയ ബാത്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ട്. പിന്നെ ഇത് അടുക്കളയാണ്. അപ്പോൾ അടുക്കളയും കൊണ്ട് ഒരുപാട് വലുപ്പത്തിലാണ്. കുറേ പേർക്ക് ഒന്നിച്ച് ജോലി ചെയ്യാനുള്ള അത്രയും സ്പേസ്. നമ്മളിവിടെ ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ ഇവിടെ തന്നെ വെച്ച്. പിന്നെ ഇത് പഴയ കാലത്തെ അടുപ്പ്. പിന്നെ ഈ അടുക്കളയുടെ പിറകു ഭാഗത്തായിട്ട് അമ്മിത്തറയുണ്ട്. അതിനടുത്ത് തന്നെ ഒരു ഓരലും ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ തന്നെയാണ്
നമ്മുടെ വീടിൻ്റെ ഒരു ചിത്രം. ഈ വീടിനെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് പൂർണ്ണമായിട്ടും മണ്ണിലാണ് ഈ വീടുണ്ടാക്കിയത്. അപ്പം മൺവീട് എന്നൊരു സങ്കല്പം ഈ അടുത്ത കാലത്തായിട്ട് വീണ്ടും പ്രചാരത്തിൽ വന്നിട്ടുണ്ട് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും ഇപ്പോൾ കിണറിലെ വെള്ളം നമുക്കറിയാം, നമ്മൾ നല്ല വേനൽക്കാലത്ത് ഒരു കിണറിലെ വെള്ളം എടുത്ത് മുക്കിക്കഴിഞ്ഞാൽ ശരിക്കും അത്രയും തണുപ്പായിരിക്കും. അതുപോലെ തന്നെ മഴക്കാലത്ത് ഒരു കിണറിലെ വെള്ളം മുക്കിക്കഴിഞ്ഞാൽ അതിനൊരു ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് എന്താണോ നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ ആണ് ഒരു മണ്ണ് അതിനുള്ളിലുള്ള സാധനത്തെ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വീടിൻ്റെ കാര്യവും. നല്ല മഴക്കാലത്ത് ഈ വീടിനുള്ളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചൂട് നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് വേനൽക്കാലത്ത് പുറത്തുള്ള അത്രയും ചൂട്, പാലക്കാട്ടെ ചൂട് നിങ്ങൾക്ക് അറിയാലോ, അത്രയും ചൂട് ഈ റൂമിനുള്ളൊന്നും നമുക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. റൂമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ റൂമിൻ്റെ ഉൾഭാഗത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ശരിക്കും മൺവീട് എന്ന് പറയുമ്പം ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഫീല് വേറെ തന്നെയാണത്. സാധാരണ നമ്മുടെ കോൺക്രീറ്റ് വീടുകളെ പോലെ ശരിക്കും നമ്മൾ അനുഭവിച്ച ഒരു കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ചുമരുകളൊക്കെ നമ്മുടെ 2 കല്ല് നമ്മൾ ചേർത്ത് വെച്ചാൽ അത്രയും വീതിയാണ് ഈ ചുവരുകൾക്കുള്ളത്. അത്രയും തിക്നെസ്സിലാണ് അവർ ഈ മണ്ണ് കൊണ്ട് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് എത്ര വർഷം പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. അതിൻ്റെ പിന്മുറക്കാരായ ആളുകളെ നമുക്ക് കണ്ടു കിട്ടിയാൽ അവരുടെ അടുത്ത് നിന്ന് നമുക്കിതിന് എത്ര വർഷം പഴക്കമുള്ളൊരു വീടാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു 100 വർഷം പഴക്കം എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും ശരി, അതിൻ്റെ ആ ഒരു പഴമയും ആ ഒരു പഴമയിലേക്കുള്ള തിരിച്ചുപോക്കും തന്നെയാണ് നമ്മൾ ഈ വീടിനെ ഇവിടെയുള്ള നമ്മൾ ആകർഷിക്കാൻ കാരണമാണ്, അത് വാങ്ങിക്കാനുള്ള കാരണം അത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പഴമയെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയട്ടെ. ഇതിപ്പോൾ ഈ നഴ്സറി കണ്ടില്ലേ, ഈ നഴ്സറിയുടെ പിറകുഭാഗത്ത് നമ്മുടെ ഇത് പശുവിനുള്ള ആലയായിരുന്നു, തൊഴുത്തായിരുന്നു. അപ്പോൾ ആ പശുവിന് കയറാനുള്ള വാതിലാണത്. അതാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിറകിലുള്ള ചാണകക്കുഴിയാണ് അപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ആ പശുവിന് കയറാനുള്ള ആ വാതിലിൻ്റെ ഭാഗത്ത് അടച്ചിട്ടാണ് ജനലാക്കി മാറ്റിയതാണത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതുപോലെ നഴ്സറിയുടെ ചുമരുകൾ കണ്ടില്ലേ, എല്ലായിടത്തും സ്റ്റിക്കറുകൾ വെച്ചിട്ടുണ്ട്. അതായത് നോട്ടീസ് ബോർഡ് ഉണ്ടാവില്ലേ, നമ്മൾ കുട്ടികൾക്കുള്ള ഇൻഫർമേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതിനുള്ള നോട്ടീസുകൾ ഒട്ടിച്ചു വെച്ചിട്ടുള്ള അടയാളങ്ങളാണ് അതിപ്പോഴും അതിൽ കാണുന്നുണ്ട്. ആ ചുമരുകളിലെല്ലാം നോട്ടീസ് പതിച്ച അടയാളങ്ങൾ കാണാം. അതുപോലെ ചിത്രങ്ങൾ വരച്ചതും അന്നത്തെ കാലത്തെ കുട്ടികൾ വരച്ച ഒരുപാട് കളർ ചോക്ക് കൊണ്ടുള്ള ചിത്രങ്ങളും എല്ലാം ഇതിൻ്റെ മേലെ കണ്ടില്ലേ. ഡോറിലും ഉണ്ട് നോട്ടീസിൻ്റെ അടയാളങ്ങൾ. അതുപോലെ ഈ ചുമരിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, കുറച്ച് കിളികൾ കാണാം. ആ കിളികളെ അവർ പ്രിൻ്റ് ചെയ്ത് ഒരു അച്ച് കൊണ്ട് ചെയ്തു വെച്ചതാണ്. ഒരു ഡിസൈൻ പോലെ ചെയ്തു വെച്ച കിളികളുടെ ചിത്രങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ ഒരു പഴമ. ഒരുപാട് കാലം നഴ്സറി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. ഗൂഗിളിൽ ഇപ്പോഴും നോക്കിയാൽ നഴ്സറി നടിച്ചാൽ ഇത് കാണാം കേട്ടോ, വേങ്ങശ്ശേരി ഭാഗത്ത്. അപ്പോൾ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഇടങ്ങളാണ് ഇതൊക്കെ കേട്ടോ. എന്തായാലും ശരി, നമുക്ക് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തെ 2 നിലകൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരരുത് കേട്ടോ. നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളെല്ലാം ഇനി അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ ഇടുന്നതാണ്. അവിടെ ചെയ്യുന്ന കൃഷി കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് പ്രധാനമായിട്ടും വീഡിയോ